നമസ്കാരം എല്ലാവർക്കും റുക്സി വേൾഡിലേക്ക് വീണ്ടും ഒരു സ്വാഗതം. ഇന്ന് റുക്സാനില്ലാതെ ഞാൻ ഒറ്റക്കാണ് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒമാനിൽ പോയിട്ട് നമ്മൾ ദുബായിലെ വിസിറ്റിംഗ് വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹത്ത ബോർഡറിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാകും ചെറിയ ചെറിയ സംഭവങ്ങളാണ്. എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ഹത്ത ബോർഡർ കഴിഞ്ഞിട്ടുള്ള നമ്മളെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. വിസ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഒമാനിലേക്ക് എൻ്റർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാൻ. ഇത് നമ്മൾ ഒമാനിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് എടുത്ത വീഡിയോസുകളാണ്. ഒരു പക്ഷേ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ദുബായിൽ നിന്ന് തിരിച്ച് ഒമാനിലോട്ട് ബോർഡറിലോട്ട് പോകുമ്പോൾ നമ്മളവിടെ ഒരു എൻട്രി ഫീസ് 35 ദിർഹംസ് നമ്മൾ അവിടെ അടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് ചെക്കിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് ക്യാമറയിൽ പകർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു, വെറുതെ ഒരു രസം. പിന്നെ ഇതുപോലെ തന്നെ അവിടെ ഒരുപാട് ചുറ്റിലും ഒരുപാട് മരങ്ങളും ചിരിപ്പോയി മരങ്ങളല്ല, ഒരുപാട് മലകളുണ്ടായിരുന്നു. മരങ്ങളുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ചെറിയ മലകൾ അതാ കാണുന്നില്ല, അതാണ് ഒമാൻ ബോർഡർ. ഒമാനിലേക്ക് എൻട്രി ആയി നമ്മൾ. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഒമാൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഭാഗത്തേക്ക് നമ്മുടെ ഡ്രൈവർ കൊണ്ടുപോയി. അടിപൊളി ഫുഡാണെന്ന് കൊണ്ടുപോയതാണ്. ഒരു ഭാർഗവി നിലയം പോലത്തെ ഒരു ചെറിയൊരു സ്ഥലം. അവിടെ റൂമുണ്ട്, വലിയ വിസ വരാത്തവർക്ക് അവിടെ സ്റ്റേ ചെയ്യാം. 50 ദിർഹം സെൻറ്റാണ് ഒരു ദിവസത്തേക്ക്. നമ്മളവിടെ പോയി ഭക്ഷണം കഴിച്ചു. വൻ ഷോക്കായിരുന്നു. ദമ്മ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി മേടിച്ചു. ഒന്നും പറയണ്ട, നമ്മുടെ എന്താ പറയുക, കോഴിക്കറിയിൽ നെയ്ച്ചോറ് അമർത്തിയ ഒരു സൈസ് സാധനം. ഇങ്ങനെയൊക്കെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് ഒമാൻ്റെ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് അവിടെ നിന്ന് ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ഇതാണ് നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ മുത്തുമണി. അത് കഴിഞ്ഞാൽ കുറച്ച് 2-3 ടീമിൻ്റെ കൂടി എനിക്ക് കിട്ടി. നല്ല അടിപൊളിയായിരുന്നു യാത്ര. ഒരുപാട് പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് കുറച്ചൊക്കെ ഉറങ്ങി, കുറച്ചൊക്കെ എണീറ്റ് വീഡിയോ എടുത്തു. പകുതി വീഡിയോസൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയാൻ കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ബാത്റൂം ഒരു വകയൊക്കെ ഉള്ളൂല. ഞാൻ വീക്ഷിച്ചിട്ട് നോക്കുമ്പം
100-ൽ ഒരു 40-30 മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയേ ഉള്ളൂ അത് അവിടെയൊക്കെ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടി കുറച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും അവരുടേതായ വഴിക്ക് പോയി. അങ്ങനെ വന്ന വഴിക്ക് നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു. പൊടിക്കാറ്റ് നല്ല രീതിയിലുണ്ടായിരുന്നു. പൊടിക്കാറ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ക്യാമറ സ്റ്റക്കായി, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കിട്ടി കുറച്ച് പൊടിക്കാറ്റ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒമാൻ ബോർഡർ വഴി നമ്മൾ എക്സിറ്റ് ആവുന്ന ദുബൈയിലെ എൻ്റെ സഹോദരന്മാർ വിസിറ്റിൽ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. പാസ്പോർട്ട് കയ്യിൽ വെക്കുക, ബാക്കി കാര്യങ്ങൾ ഒമാൻ വിസ ഉണ്ടെങ്കിൽ ഒമാൻ വിസ കയ്യിൽ വെക്കുക. പിന്നെ അതുപോലെ എക്സിറ്റ് ആയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിലിൻ്റെ അറ്റത്തും ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് ലാഗ് അടിച്ചെങ്കിൽ സോറി. പക്ഷേ ഇത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗാണ്, എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല, അവസാനം കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ ബൈ.